الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. ആ രൂപത്തിൽ ജീവിക്കുവാനും മരണപ്പെടുവാനും സർവാധിനാഥനായ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമായ ഇസ്രായിലെ 74-75 വചനങ്ങളാണ് ഞാൻ ഓതിവെച്ചത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് അള്ളാഹു പറയുന്ന ഒരൽപ്പം കർശനമായ ഒരു നിർദ്ദേശം. പ്രവാചകനിലൂടെ ആ സന്ദേശം നമുക്കെല്ലാം ബാധകമാണ് താനും. പ്രവാചകനോട് അള്ളാഹു പറയുകയാണ്, വലൗലാ അൻ സബ്ബത്തിനാക, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ, ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, അവരിലേക്ക് അല്പമൊക്കെ താങ്കൾ ചാഞ്ഞു പോകുമായിരുന്നു. ഇതൻ, അപ്പോൾ അങ്ങനെ ചാഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ, ലഅദഖ്നാക, താങ്കളെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ലഇഫൽ ഹയാത്തി വലഇഫൽ മമാത്തി, ജീവിതത്തിലെ ഇരട്ടി ശിക്ഷ, മരണത്തിലെയും ഇരട്ടി ശിക്ഷ താങ്കളെ ആസ്വദിപ്പിക്കുമായിരുന്നു. സുമ്മലാ തജിദു ലക അലൈനാ നസീറ, പിന്നീട് നമുക്കെതിരിൽ താങ്കൾക്ക് സഹായം നൽകാൻ
ഒരാളെയും താങ്കൾ കണ്ടെത്തുകയുമില്ല. ഇതാണ് ഇതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നേരിൽ തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന അവബോധമുണ്ടാകണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് യുവത്വം. ആ യുവത്വം അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞാണ് നാം അവസാനിപ്പിച്ചത്. അതിനോട് അനുബന്ധമായി തന്നെയാണ് ഈ വചനങ്ങളുടെ വിശകലനങ്ങളും ഞാനും നിങ്ങളും ഗ്രഹിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ പ്രാരംഭകാലം, അക്കാലത്ത് ഒരുപാട് എതിർപ്പുകൾ, പ്രലോഭനങ്ങൾ, പ്രകോപനങ്ങൾ, ഭീഷണികൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പ്രവാചകനോടൊപ്പം വിശ്വാസികളായ വിരലിലെണ്ണാവുന്ന അനുയായികൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാകട്ടെ അള്ളാഹുവിന്റെ വഹി ലഭിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന താക്കീതുകാരനാണ് എന്ന് പറയുന്ന നിമിഷം വരെ അവരുടെ കണ്ണിലുണ്ണിയായിരുന്നു മുഹമ്മദ് നബി എന്ന് നമുക്കറിയാം. ചരിത്രം അതാണ് പറഞ്ഞു തരുന്നത്. അതുവരെ പ്രവാചകനെ വിശേഷിപ്പിച്ചത് അൽ അമീൻ എന്നും അസ്സാദിഖ് എന്നുമാണ്, വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും ഒക്കെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതൊരു നാവുകളാണോ പ്രവാചകനെ പ്രശംസിച്ചത്, അതേ നാവുകൾ കൊണ്ട് തന്നെ പ്രവാചകനെ ഇകഴ്ത്തുകയും മോശക്കാരനായി ചിത്രീകരിക്കുകയും പരമാവധി ദ്രോഹിക്കുകയും ചെയ്തു എന്നുള്ളത് അതിന്റെ മറുഭാഗമായി നാം കാണുന്നു. ഇങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ വല്ല അയവും വിട്ടുവീഴ്ചയും അഡ്ജസ്റ്റ്മെന്റും മുഹമ്മദ് കാണിക്കുന്ന പക്ഷം മുഹമ്മദിനോടുള്ള സർവശത്രുതയും പകയും വിദ്വേഷവും എല്ലാം അവസാനിപ്പിച്ച് നല്ല നിലയിൽ വർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന പ്രവാചകന്റെ പ്രതിയോഗികളായ ഖുറൈശികളിൽ, മുശ്രിക്കുകളിൽ അങ്ങേയറ്റം ആഴത്തിൽ വേരൂന്നിയിരുന്നു. ഒന്ന് മാറിക്കിട്ടിയാൽ തർക്കേടില്ല എന്നുള്ള നിലയിൽ. അതിനായി, ആ ആഗ്രഹത്തിന്റെ സഫലീകരണത്തിനായി അവർ പല രൂപത്തിലുള്ള ഉപാധികൾ പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഒരുപാട് ഉപായങ്ങൾ പ്രയോഗിച്ചു നോക്കി. ഇതൊക്കെ നടത്തി നോക്കി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാകട്ടെ എല്ലാവരും ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവരാകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വലിയ താല്പര്യമായിരുന്നു എല്ലാവരും നന്നായി വരിക എന്നുള്ളതിന്. അപ്പൊ പ്രവാചകന്റെ ഈ മനോഭാവവും ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കവും രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ പ്രവാചകന്റെ സ്വഭാവം അനുസരിച്ച് സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും വഴുതിപ്പോകാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവാചകനോട് കർക്കശ രൂപത്തിൽ, ഒരിക്കലും പ്രവാചകൻ വഴുതിപ്പോയിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം, അള്ളാഹുവും അത് വിശേഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകനോട് പറഞ്ഞ വാചകങ്ങളാണ്: താങ്കളെ നാം ഈ സത്യമതത്തിൽ, ഈ ആദർശത്തിൽ അടിയുറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അങ്ങോട്ട് ചാഞ്ഞു പോകുമായിരുന്നു കുറച്ചൊക്കെ. അങ്ങനെ പോകുന്ന ഒരവസ്ഥ വന്നാൽ ഇരട്ടി ശിക്ഷ ജീവിതത്തിലും മരണത്തിലും താങ്കൾക്ക് ലഭിക്കും. തന്നെയുമല്ല, പിന്നെ നമുക്കെതിരിൽ, അള്ളാഹുവിനെതിരിൽ ഒരു സഹായം കണ്ടെത്താൻ കഴിയുകയുമില്ല എന്ന് അല്പം ഗൗരവരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തിയതാണ് ഈ വചനങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതൊരു നിലപാടാണോ പ്രവാചകൻ ഉണ്ടാകേണ്ടിയിരുന്നത്, ആ നിലപാടിൽ നിന്നൊരൽപ്പം പോലും വ്യതിചലിക്കാതെ അള്ളാഹു പ്രവാചകനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. നമുക്കറിയാമല്ലോ,
പ്രവാചകന്റെ ആ മാനസികാവസ്ഥ, എല്ലാവരും വിശ്വാസികളാകണം എന്നുള്ള മാനസികാവസ്ഥ. ഒരു അബസ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ആരംഭത്തിലുള്ള ഏതാനും വചനങ്ങൾ തന്നെ അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മനോഭാവം നിമിത്തം. ഖുറൈശി പ്രമുഖന്മാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പ്രവേശനത്തിന് അനുവാദം ചോദിച്ചപ്പോൾ പ്രവാചകൻ ഒരല്പം നീരസം പ്രകടിപ്പിച്ചു. ആ നീരസം പ്രകടിപ്പിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിലെ കുറെ വചനങ്ങൾ അവതരിച്ചത്. അതായിരുന്നു പ്രവാചകന്റെ മനസ്സ്, എല്ലാവരോടുമുള്ള മനസ്സ്. അതനുസരിച്ച് ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വാഭാവികമായിട്ടും അവരുടെ ഈ പറയുന്ന ഒരയഞ്ഞു കിട്ടുന്ന രൂപത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയെ പ്രവാചകനിലെങ്ങാനും ഉണ്ടായാലോ എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തി എന്ന് പറയുകയും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ചില കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, എത്ര ഉന്നതനായിരുന്നാലും ഏത് ഔന്നത്യത്തിൽ വിഹരിക്കുന്നവനായിരുന്നാലും ശരി, അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രത്യേക കാവലും പരിരക്ഷയും സുരക്ഷയും ഇല്ലാതെ വന്നാൽ സമ്മർദ്ദങ്ങളുടെ പ്രവാഹങ്ങൾ നിമിത്തം നേരിൽ നിന്ന് വ്യതിചലിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അതെത്ര വലിയ ആൾക്കാരായിരുന്നാലും ശരി എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ സന്മാർഗത്തിലായതിനു ശേഷം ഹിദായത്ത് അഥവാ സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വരദാനമാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഹിദായത്തിൽ നിന്നൊരൽപ്പം പോലും തെറ്റാതെ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന ആവശ്യമാണ് നമ്മൾ നമസ്കാരത്തിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹിദായത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വരദാനം അത് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിനെ ചോദ്യം ചെയ്ത് പരലോകത്തെ ചോദ്യം ചെയ്ത് പ്രവാചകനെ അധിക്ഷേപിച്ച് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട്. അതിൽ യുവാക്കളെന്നോ വിദ്യാർത്ഥികളെന്നോ മുതിർന്നവരെന്നോ ഒന്നുമില്ലാത്ത ഭേദമില്ലാത്ത ഒരവസ്ഥയും നമുക്ക് കാണാൻ കഴിയും. തന്നെയുമല്ല, പലരും പലരെയും അത്തരം ചിന്താഗതികളിലേക്ക്, മതനിരാസത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, തോന്നിയാത്ത ജീവിതത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടാൻ വഴിയൊരുക്കുന്ന നിലയിലുള്ള ഒരുപാട് പ്രേരണകളും അല്ലെങ്കിൽ പരിശീലനങ്ങളുമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട NSSന്റെ ക്യാമ്പുകൾ, നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുകളിൽ, അതിനു മുമ്പൊരു കാര്യം ഞാൻ പറയട്ടെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തിനുള്ളതാ? ഒരു സമൂഹത്തെ നല്ല നിലയിൽ നയിച്ച് നല്ല വഴി കാണിച്ചു കൊടുത്ത് അവർക്ക് മൂല്യങ്ങൾ പഠിപ്പിച്ച് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതിന്നൊരു തരം അഭ്യാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലം എന്നുള്ള നിലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വെക്കേഷൻ സമയത്ത് 10 ദിവസവും 12 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന നാഷണൽ സർവീസ് ക്യാമ്പ് ഉണ്ടാകാറുണ്ട്. ആ ക്യാമ്പിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികൾ, പ്രായം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകും. ആ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചില പരിശീലനങ്ങൾ ഇന്ന് ഏറെ വിവാദമായി മാറിയിട്ടുണ്ട്. ആ പരിശീലനങ്ങൾ മതനിരാസത്തിൻ്റെതായിട്ടുണ്ട്. സ്വവർഗ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള പരിശീലനമുണ്ട്. സർവതന്ത്ര സ്വതന്ത്ര ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലുള്ള പരിശീലനമുണ്ട്. ആണും പെണ്ണും ഒന്നും ഒരു വേർതിരിവുമില്ല എന്നുള്ള നിലയിലേക്ക് യുവതയെ ചലിപ്പിക്കുന്ന നിലയിലുള്ള, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന നിലയിലുള്ള
വിശകലനങ്ങളും പരിശീലനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ. നിങ്ങൾ കേൾക്കാതിരിക്കില്ല, കാണാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ആ രൂപത്തിൽ ഏത് സന്ദർഭത്തിലും നല്ല വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരെ പോലും ഒന്നുകിൽ സ്വയമേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വശംവദരായി തലതിരിഞ്ഞു പോകുന്ന എന്ന് നമ്മൾ പറയുന്ന, നേരിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, നിലപാടുകളിൽ നിന്ന് അകന്നു പോകുന്ന നല്ല നിലപാടുള്ളവരായിരിക്കും ഈ കുട്ടികളൊക്കെ. അല്ല അവരുടെ മനസ്സ് എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മനസ്സ്. ആ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ, പരിശീലനങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുക എന്താണ്? ഒരു നല്ല സുഖം. ഈ പറയുന്ന മാതിരിയൊന്നുമല്ല, ഒരു തടസ്സവുമില്ല, സ്വാതന്ത്ര്യം. ആ ചിന്ത അങ്ങോട്ട് വന്ന് ആ കുട്ടികൾ എങ്ങോട്ടായിരിക്കും സ്വാഭാവികമായും ആണാകട്ടെ പെണ്ണാകട്ടെ പോവുക എന്നുള്ളത് ചിന്തിക്കാവുന്നതേയുള്ളൂ. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നേരായ മാർഗത്തിൽ നിലക്കൊള്ളാൻ കഴിഞ്ഞതിന് ശേഷവും ആ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കൽ ഒരു ഫാഷനായി മതത്തെയും മതചിഹ്നങ്ങളെയും മതത്തിന്റെ ആളുകളെയും ചോദ്യം ചെയ്യുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ച അതുകൊണ്ടാണ്. അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുണ്ട് പ്രിയമുള്ളവരെ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. വല്ലാത്ത പ്രാർത്ഥനയാണത്. ഒരിക്കലും കൈവിടരുതിട്ടോ ആ പ്രാർത്ഥന, അത്ര അത്യാവശ്യമാണ്. നമ്മൾ ആരും ആ രൂപത്തിലായി പോകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായി അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള പ്രാർത്ഥന. ഇതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ട് പ്രവാചകന്റെ ഭക്തിമാര് ചോദിക്കാറുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ പറയുന്നത്? അപ്പോഴാ പറഞ്ഞത്, നമ്മൾ പിടിച്ചെടുത്ത് കിട്ടൂല നമ്മുടെ മനസ്സ് എന്ന്. എപ്പോഴാണ് വ്യതിചലിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. തന്നെയുമല്ല, ഇപ്പോൾ നാം ഈ സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ ആദ്യം കേട്ട അർത്ഥം മനസ്സിലാക്കി ആ വചനം അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ അത്? അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തകിൽനി ഇലാ നഫ്സി, നീ എന്നെ എന്നിലേക്ക് തന്നെ പരമേൽപ്പിക്കരുതേ. തറഫത ഐനിൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും. എത്ര ആഴമുണ്ട് ആ പ്രാർത്ഥനയ്ക്കെന്ന് ആലോചിച്ചു. കണ്ണൊന്ന് ഇമ വെട്ടി തുറക്കുന്ന അത്ര സമയം പോലും നിന്റെ കാവലിൽ നിന്ന്, നിന്റെ സംരക്ഷണത്തിൽ നിന്ന്, നിന്റെ തവക്കുലിൽ നിന്ന് എന്നിലേക്ക് എന്നെ നീ വിട്ടുകളയല്ലേ നാഥ. ആ നിമിഷമായിരിക്കാൻ ചിലപ്പോൾ ഞാൻ വ്യതിചലിച്ചു പോകുന്നത്. നമുക്കുണ്ടോ ഇത്തരത്തിലുള്ള ചിന്ത? പ്രവാചകനോട് ശക്തമായ താക്കീതിൽ പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ എന്ന പ്രാർത്ഥന. അപ്പോൾ എത്ര ഉന്നതനായിരുന്നാലും ശരി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാൻ ഏറെ സാധ്യതയുണ്ട്. ജാഗ്രത വേണം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഒരാളുടെ ഉന്നതമായ പദവിയോ ഉത്കൃഷ്ടമായ സ്ഥാനമോ നിമിത്തം അയാൾ ചെയ്യുന്ന കുറ്റങ്ങളുടെ ശിക്ഷയിൽ നിന്ന് ഒരു ഒഴിവ് കഴിവും അയാൾക്കുണ്ടാവില്ല. ആ ഒരു സന്ദേശം കൂടി ആ വചനത്തിലുണ്ട്. എത്ര പ്രവാചകനേക്കാൾ ഉന്നതനായ വേറൊരാൾ ഇല്ലല്ലോ. ആ ഏറ്റവും വലിയ ഉന്നതനായ പ്രവാചകനോടാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്ന് അതാണ്, ഒരു ഒഴിവ് കഴിവുണ്ടാവില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഇതല്ലാതെ ഹയാത്തി. നോക്ക്, പ്രവാചകൻ മഅ്സൂമാണ്. കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുക്കപ്പെട്ട ആളാണ്. സ്വർഗത്തിന് അവകാശിയാണെന്ന് യാതൊരു സംശയവുമില്ലാത്ത ആളാണ്. ആ ആളിനോടുള്ള അഭിസംബോധനയാണ് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ജീവിതത്തിലെയും മരണത്തിലെയും ഇരട്ടി ശിക്ഷ നിന്നെ ആസ്വദിപ്പിക്കുമെന്ന് പറഞ്ഞത്. ഗൗരവമില്ലേന്ന് ആലോചിച്ചു നോക്കുക. മൂന്നാമത്,
ഉന്നതന്മാരായ ആളുകളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് സാധാരണക്കാരായ ആളുകളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ഉന്നതന്മാർക്കുണ്ടാകുമെന്നതാണ് മൂന്നാമത്തെ സന്ദേശം ഈ വചനം ഉൾക്കൊള്ളുന്നത്. എത്ര വലിയ ആളായിരുന്നാലും അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ നീതിയുടെ മുന്നിൽ ഒരാളും രക്ഷപ്പെടില്ല. കാരണം അള്ളാഹു അഹ്കമുൽ ഹാക്കിമാണ്. നമ്മുടെ ഈ നാട്ടിലെ ജഡ്ജിമാരിൽപ്പെട്ടവരൊന്നുമല്ല, വിധികർത്താക്കളിൽപ്പെട്ടവരല്ല. നമ്മുടെ നാട്ടിലെ വിധികർത്താക്കളെ കുറിച്ച് പറയാതിരിക്കലായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കുറ്റം ചെയ്യുന്നവരുടെ നിറം നോക്കി, അവരുടെ മതം നോക്കി, അവരുടെ പേര് നോക്കി ഒക്കെ ശിക്ഷ വിധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ പിന്നെ അങ്ങേയറ്റം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഒരു സാധാരണക്കാരൻ കയറിക്കിടക്കാനുള്ള ഒരു കൂരയ്ക്ക് വേണ്ടി എവിടെ നിന്നെങ്കിലും ഒരു ലോണെടുത്ത് ഒരു വീടുണ്ടാക്കി തിരിച്ചടക്കാൻ കഴിയുന്നത്ര ശ്രമിച്ചു. തിരിച്ചടിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോൾ ആ വീട് ജപ്തി ചെയ്ത് അവനെയും അവന്റെ കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കാൻ മടി കാണിക്കാത്ത നിയമം. കോടികൾ, കോടാനുകോടികൾ ഏത് തരത്തിലും കൈക്കലാക്കിക്കൊണ്ട് എവിടെങ്കിലും തട്ടിപ്പ് നടത്തിക്കൊണ്ട് ജീവിച്ചാലും എല്ലാ പരിരക്ഷയും തണലിൽ ലഭിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, പരലോകത്തിത് ഏറ്റവും ഉന്നതനാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹരാണ്. അതാണ് അള്ളാഹുവിന്റെ നീതി, അതാണ് അള്ളാഹുവിന്റെ നിയമം. അതാണ് ഇവിടെ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, പ്രവാചക ഭക്തിമാരാരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള, ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള പ്രഗൽഭമതികളായ ഉമ്മുൽ മൂമിനീൻ എന്ന് നമ്മൾ വിളിക്കണമെന്ന് വിശേഷിപ്പിച്ച, അള്ളാഹു ഉമ്മഹാത്തുൽ മൂമിനീൻ എന്ന് വിശേഷിപ്പിച്ച് ഖുർആനിൽ പറഞ്ഞ ആ പ്രവാചകന്റെ ഭക്തിമാരെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു, യാ നിസാ അന്നബിയ്യി, അല്ലയോ പ്രവാചക ഭക്തിമാരെ, മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു മ്ലേച്ഛമായ വ്യക്തമായ ഒരു മ്ലേച്ഛ പ്രവൃത്തി കൊണ്ടുവന്നാൽ, ചെയ്താൽ, യുളാഅഫു ലഹൽ അദാബു ളഇഫൈൻ, അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകുന്ന അള്ളാഹു പറഞ്ഞു. ആരോടാ ഇത് പറഞ്ഞത്? പ്രവാചക ഭക്തിമാരോട്. യാ നിസാ അന്നബിയ്യീന വിളിച്ച, അല്ലയോ പ്രവാചക ഭക്തിമാരേ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വചനത്തിൽ നിന്ന് മൂന്നാമത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: നമ്മൾ സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമായിരുന്നാലും ആചാരാനുഷ്ഠാനങ്ങളായിരുന്നാലും സ്വഭാവ രൂപീകരണമായിരുന്നാലും സാമ്പത്തിക ഇടപാടുകളായിരുന്നാലും എല്ലാം നേരിലാണ്, നേരായ രൂപത്തിൽ തന്നെയാണെന്നുള്ള ബോധം അവർക്കുണ്ടാകണം. ഒരു കാരണവശാലും അവർ ആദർശരംഗത്തും ആചാരരംഗത്തും ഉറച്ച നിലപാട് സ്വീകരിക്കാതെ അവസരവാദികളും സ്വാർത്ഥതയ്ക്ക് പ്രേരകരായി മാറുകയും പ്രചോദിതരായി മാറുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്കായി കൂടാ. അവർ നേരിന്റെ ഒപ്പമായിരിക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ വചനം വളരെ ശ്രദ്ധേയമാണ്. ലാ തകൂനു ഇമ്മഅ, നിങ്ങൾ ഇമ്മഅത്തീങ്ങളാകരുത്. ഇമ്മഅത്ത് എന്ന അറബി പദത്തിന് കൂടെ കൂടി എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പ്രവാചകൻ അത് വിശദീകരിച്ചു. ജനങ്ങളൊക്കെ നല്ലത് ചെയ്താൽ ഞങ്ങളും നല്ലത് ചെയ്യും, ജനങ്ങളൊക്കെ മോശമായത് ചെയ്താൽ ഞങ്ങൾ മോശം ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതാണ് ഇമ്മഅത്ത്. അതും ശരി, ഇതും ശരി, എല്ലാം ശരി, സർവമത സത്യവാദം, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സമൂഹത്തില്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അങ്ങനെ കൂടികളാകരുത്, ഇമ്മഅത്തീങ്ങളാകരുത്. പിന്നെയോ നിങ്ങൾക്ക് വലാകിൻ വഖ്തിനു അൻഫുസക്കും, നിങ്ങളുടെ മനസ്സിലൊരു ദാർഢ്യത ഉണ്ടാകണം, നിശ്ചയദാർഢ്യത ഉണ്ടാകണം. അതെന്താണ്? ജനങ്ങളൊക്കെ നന്മ ചെയ്താൽ ആ നന്മയുടെ ഒപ്പം ഞങ്ങളുണ്ട്. ജനങ്ങൾ അക്രമത്തിലും അരാജകത്തിലേക്കും അധർമ്മത്തിലേക്കും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഞങ്ങളില്ലിട്ടോ നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറണം. അവിടെയാണ് നമുക്ക്
നിലപാട് ശരിയാക്കി നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുക. പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം അതാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലുള്ള അവസ്ഥ. അവരുടെ ഉപാധികൾ മുമ്പിൽ വെക്കുന്നു, പല രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഒരു രംഗം മാത്രം ഇതുമായി ബന്ധപ്പെടുത്തിയൊന്ന് ഓർമ്മിപ്പിക്കുന്നു, അറിഞ്ഞുകൂടാത്തതല്ല. വലീദ് ഇബ്നു മുഗീറ, ആസ് ഇബ്നു വായിൽ, അസ്വദ് ഇബ്നുൽ മുത്തലിബ്, ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ഖുറൈശികളിലെ കൊലകൊമ്പന്മാരായ 4 ആളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഹലും, മുഹമ്മദേ ബാ, നമുക്കൊന്ന് ഇരുന്ന് വർത്താനം പറയാം. എന്താ ചെന്നിട്ട് പറയുന്നതെന്നറിയോ? ഫൽ നഅ്ബുദു മാ തഅ്ബുദ് വതഅ്ബുദു മാ നഅ്ബുദ് വനുശ്രികുക ഫീ അംരിനാ കുല്ലി. ആ പ്രസംഗത്തിന്റെ ആ നിർദ്ദേശത്തിന്റെ ആദ്യ ഭാഗത്തെ വചനങ്ങൾ മാത്രം ഞാൻ പറയാം, ഇത്തിരി ദൈർഘ്യമുള്ളതാണത്. എന്താ പറഞ്ഞതെന്നറിയോ? നീ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. ഫൽ നഅ്ബുദു മാ തഅ്ബുദ്, നീ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കാം. വതഅ്ബുദു മാ നഅ്ബുദ്, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീയും ആരാധിക്കണം. വനുശ്രികുക ഫീ അംരിനാ കുല്ലി, അങ്ങനൊരവസ്ഥയിലേക്ക് വന്നാൽ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിന്നെ ഞങ്ങൾ പങ്കാളിയാക്കും. തുടർന്ന് പലതും പറയുന്നുണ്ട്. പ്രവാചകൻ ഇത് കേട്ട് പ്രത്യേകിച്ച് മറുപടിയൊന്നും പെട്ടെന്ന് പറഞ്ഞില്ല. മാനസികമായി വളരെ വിഭ്രാന്തിയിലായി പ്രവാചകൻ. അവസാനം അല്ലാഹു ഖുർആനിലൂടെ പ്രവാചകന് മറുപടി നൽകാൻ നിർദ്ദേശിക്കുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ, എല്ലാവർക്കും അറിയാവുന്ന അർത്ഥം അതാണ്. നിലപാടിന്റെ സ്ഥൈര്യത്തെക്കുറിച്ച് കൃത്യമായി പ്രവാചകനോട് ബോധ്യപ്പെടുത്തി അവരോട് പറയാൻ പറഞ്ഞത്. ഇത് നാം മനസ്സിലാക്കുക. രണ്ടാമതൊരു കാര്യം, നിലപാട് എപ്പോഴും അമിതത്വത്തിൻ്റെതാകരുത്, മിതത്വത്തിൻ്റെതാകണം. അതിര് കവിച്ചിലുണ്ടായിക്കൂടാ, തീവ്രത ഉണ്ടായിക്കൂടാ. ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ശരി, മിതമായ നിലപാടാണ് ഇസ്ലാമിന്റെ നിലപാട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അൽ ബഖറയിലെ 143-ാമത്തെ വചനം. ഈ ഉമ്മത്തിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് ഉമ്മത്തൻ വസത്ത് എന്നാണ്. തന്നെയുമല്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അമിതത്വവും തീവ്രതയും അതിരുകവിച്ചിലും നമ്മെ തകർത്തുകളയും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു പ്രവാചകൻ. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ അതിരുകവിയുന്നത് കരുതിയിരിക്കണം. കാരണം ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ തകർത്ത് കളഞ്ഞത് അൽ ഗുലുവ ഫിദ്ദീൻ, മതത്തിലുള്ള അവരുടെ അതിരുകവിച്ചിലായിരുന്നു അവരെ തകർത്തത്. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് എന്നാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. 2 കാര്യം. ഒന്ന്, നിലപാടുകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക, വിശ്വാസം മുതൽ എല്ലാ രംഗങ്ങളിലും സ്വഭാവ പെരുമാറ്റ രീതികൾ വരെ. 2, നമ്മുടെ നിലപാടുകൾ മിതത്വത്തിൻ്റെതാകണം. അതിരുകവിച്ചിന്റെയും അതിതീവ്രതയുടെയും ആയി ഒന്നും ഉണ്ടായിക്കൂടാ ഒരു രംഗത്തും. ഈ 2 കാര്യങ്ങളാണ് ഇതിലൂടെ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ജീവിതത്തിൽ പകർത്തി നല്ല വിശ്വാസികളായി ജീവിക്കുവാനും മരിക്കുവാനും നേരായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സിറാത്തും മുസ്തഖീമിലൂടെ സഞ്ചരിച്ച് അതിലൂടെ മരണപ്പെട്ട് മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനെ അങ്ങേയറ്റം കൺകുളിർമയോടുകൂടി സ്വർഗലോകത്ത് വെച്ച് കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകുന്നവരുടെ ഗണത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നമ്മളുടെ ജീവിത പുസ്തകത്തിലെ
ഒരു പേജ് കൂടി മറിയുകയാണ്. 2023 അവസാനിച്ച് 2024 കടന്നു വരികയാണ്. പലരും 23-ന് യാത്ര അയക്കുന്നതും 24-ന് വരവേൽക്കുന്നതുമായ കോലം എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കുടിച്ചും മതിച്ചും കൂത്താടിയും അങ്ങനെയുള്ള ഒരു വരവേൽക്കലോ അങ്ങനെയുള്ള ഒരു യാത്രയപ്പോ അല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒറ്റവാചകം മാത്രം. അങ്ങനെ ഒന്ന് പോവുകയും മറ്റൊന്ന് കടന്നു വരികയും ചെയ്യുമ്പോൾ പോയത് എത്രത്തോളം എനിക്ക് ഉപയോഗപ്പെട്ടു എന്നൊരു ചിന്ത, എത്രത്തോളം നന്മകൾ എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞു എന്ന ഗാഢമായ ആലോചന, ഒപ്പം വരാനിരിക്കുന്നത് എല്ലാ നിലയിലും നന്മ നിറഞ്ഞതാകണമെന്നടങ്ങാത്ത പ്രാർത്ഥന. ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെയല്ലാത്ത ഒരാഘോഷവും ചിന്തയും അങ്ങനെയല്ലാത്ത ഒരു യാത്രയേക്കലും വിശ്വാസികളായ നമുക്ക് ഭൂഷണമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നാം ചെയ്ത നന്മകൾ എന്തോ അത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തൊക്കെ പിഴവുകളുണ്ടോ അതൊക്കെ അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. വരാനിരിക്കുന്ന നാളുകൾ ഏറ്റവും നല്ല നാളുകളായി തീരാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ മാസം 30, 31 അഥവാ നാളെയും മറ്റന്നാളുമായി നമ്മളുടെ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന ISM-ന്റെ സമ്മേളനത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതിന് കഴിയുന്നത്ര സാമ്പത്തികമായ സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പലരും അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ സഹായിച്ചു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ സമ്മേളനത്തിലേക്ക് ഒന്നുകൂടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. 1-2 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ. നേരാണ് നിലപാട് എന്ന പ്രമേയമാണ്. ഈ പ്രമേയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 വിഷയങ്ങളാണ് ഈ പ്രമേയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രചരണം നടത്തിയത്. ഈ 5 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗൗരവമായ ചർച്ചയാണ് അടുത്ത 2 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മുടെ നഗരത്തിൽ നടക്കാൻ പോകുന്നത്. അതിലൊന്ന് ആത്മീയത വ്യവസായമല്ല വിമോചനമാണ്. അതാണ് ഒരു വിഷയം. 2 വർഗീയത വിഷമാണ് എന്നുള്ളതാണ്. 3 ശാസ്ത്രമല്ല വെറുപ്പുൽപാദനമാണ് നാസ്തികത എന്നതാണ്. 4 അധാർമികത പുരോഗമനമല്ല അരാജകത്വമാണ് എന്നതാണ്. 5-ാമത്തെ വിഷയം ലിബറലിസം അധർമ്മമാണ് അതിന്റെ അടിവേര് എന്നുള്ളതാണ്. ഈ 5 വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ലഘുലേഖകളും പ്രഭാഷണങ്ങളും പ്രചരണ പരിപാടികളും ഒക്കെയാണ് നടന്നത്. അപ്പൊ ഇതൊക്കെ ഇന്ന് കാലികമായി ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ്. വിശ്വാസരംഗമുണ്ട്, സാമൂഹ്യ രംഗമുണ്ട്, നമ്മളുടെ വരുന്ന തലമുറയെ നേരിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അവർക്ക് നൽകേണ്ട മെസ്സേജ് ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ഇതിന്റെ പരിസമാപ്തിയിൽ വരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയും ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും നാളെ വൈകുന്നേരം ഇൻഷാ അല്ലാഹ് അസ്ർ നമസ്കാര പന്തലിൽ നടത്തിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഫലസ്തീൻ അംബാസഡർ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഞായറാഴ്ച ഏതാണ്ട് 20,000-ഓളം വരുന്ന ചെറുപ്പക്കാർ അണിനിരക്കുന്ന ഈ ഇസ്രായേൽ വിരുദ്ധ യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ 17 വയസ്സിനും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെ ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരവബോധമുണ്ടാക്കാനുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഉണ്ടാകണമെന്നറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും യഥാവിധി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ദീനിന്റെ മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ ചെയ്തുകൊണ്ട് നെറ്റിയിൽ വിയർപ്പ് തുടിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുന്നവരുടെ ഗണത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാറ്റിലും ഉപരി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. പകർച്ചവ്യാധികളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ നാടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في فلسطين يا أرحم الراحمين. اللهم أيدهم بنصرك يا أرحم الراحمين. اللهم اغفر لنا وارحمنا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.